നമ്മുടെ കീമിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ 30-ാം തീയതി ഓപ്പൺ ആകും എന്ന് എല്ലാവരും അറിഞ്ഞിരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് അതൊന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മളത് വിശ്വസിച്ച് പോയി നടക്കുമായിരിക്കുമെന്ന്. പക്ഷെ നടന്നില്ല. ഇപ്പോൾ ഒരു പുതിയ ഡേറ്റ് ഇപ്പോൾ നാളത്തേതാണ് വന്നേക്കുന്നത്. 2-ാം തീയതിയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഓപ്പൺ ആകും. അപ്പൊ എന്തായാലും നമുക്ക് നാളത്തെ കാത്തിരിക്കാം. ഓപ്പൺ ആകും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പല കുട്ടികൾക്ക് ഇതിന്റെ ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശ്രമിക്കുമ്പോൾ കിട്ടാത്തതുകൊണ്ട് അവർക്ക് മാത്രമാണ് ഇത് കിട്ടാത്തത് എന്ന് വിചാരിച്ചിരുന്നത് കേട്ടോ. ഞാനും അങ്ങനെ വിചാരിച്ച. പല കുട്ടികളും എന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഓപ്പണായി എല്ലാ കാര്യങ്ങളും നടക്കുക, പക്ഷെ ഒന്നുമേ നടന്നില്ലായിരുന്നു. അപ്പൊ എന്തായാലും നാളെ നമുക്ക് ഉറപ്പായിട്ട് ഓപ്പൺ ആകുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഓപ്ഷൻ രജിസ്ട്രേഷന് മുമ്പായിട്ട് നിങ്ങൾക്ക് പല കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടുമോ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒറ്റ കാര്യമുള്ളൂ, അഡ്മിഷൻ കിട്ടാനാണെങ്കിൽ ഏത് കുട്ടിക്കും കിട്ടാനാണെങ്കിൽ കിട്ടും. 60,000 റാങ്ക് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷെ എവിടെ കിട്ടും എന്നുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പോകാൻ അടുത്ത് സറൗണ്ടിങ്സിലുള്ള കോളേജസുകളുടെ ലിസ്റ്റ് ഫസ്റ്റ് തയ്യാറാക്കണം. നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്ന കോളേജസുകൾ, ഇപ്പൊ ചിലർക്ക് ഇച്ചിരി ദൂരെയൊക്കെ പോയി പഠിക്കാൻ പറ്റുന്നവരുണ്ട്, ചിലരൊക്കെ അടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഏത് കോളേജാണ് ഏകദേശം സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അടുത്തുള്ള കോളേജസുകളുടെ ലിസ്റ്റ് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ എന്തായാലും ചെയ്യുമല്ലോ, കാരണം ഏറ്റവും അടുത്തല്ലോ. അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്യും. കോളേജിന്റെ ലിസ്റ്റുകളെല്ലാം തയ്യാറാക്കിയ ശേഷം നിങ്ങൾ ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു കോഴ്സ് ഇപ്പൊ CS ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഒരെണ്ണം ഇലക്ട്രോണിക്സ് മതി. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കോളേജിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് പ്രിഫറൻസ് ഉള്ള കോളേജിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് CS എടുക്കാം. അതേ കോളേജിൽ തന്നെ ഇലക്ട്രോണിക്സ് എടുക്കാം. ഇനിയും നിങ്ങൾക്ക് വേറെ കോളേജിലൂടെ വെക്കണം, എന്തായാലും കോളേജിൽ വെക്കാം. അടുത്ത കോളേജിൽ ഇതേ സംഭവം തന്നെ ചെയ്യാം. ചില കോളേജിൽ വേറെ ഇനിയും ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇനിയിപ്പോ മെക്കാനിക്കൽ ഇഷ്ടമാണ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇന്ന കോളേജിൽ മെക്കാനിക്കൽ മതി, അങ്ങനെ സെക്കൻഡ് ഓപ്ഷൻ. അങ്ങനെ കോളേജസുകളെല്ലാം എഴുതി നിങ്ങളായിട്ട് തന്നെ ഏകദേശം ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഫസ്റ്റ് നമ്മള് കോളേജ്, രണ്ടാമത് നമ്മുടെ ബ്രാഞ്ച്. ഇത് തയ്യാറാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇല്ലെങ്കിൽ ഇത് വീട്ടുകാർക്ക് ഒന്നുമേ ഐഡിയ കിട്ടാതിരുന്ന സമയം കളയത്തേ ഉള്ളൂ. അപ്പൊ എല്ലാവരും അടുത്തുള്ള കോളേജ്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു അടുത്തുള്ള കോളേജിൽ പോകുന്നത് തന്നെയാണ് കേട്ടോ. ബസ്സിലൊക്കെ പോകുന്നത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാൽ അടുത്തുള്ള ബസ്സിൽ പോകുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാം, ഒത്തിരി ദൂരെ പോയി വളരെ പൈസ കൊടുത്ത് പഠിക്കുന്നതിലും നല്ലത് അടുത്തുള്ള ഒരു കോളേജിൽ നമുക്ക് പ്രിഫർ ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അത് മാത്രം അതേപോലെ അങ്ങ് പഠിക്കുന്നതാണെങ്കിൽ പൈസയൊക്കെ ഇത്തിരി കൂടുതൽ കൊടുത്തൊക്കെ പോകാം കേട്ടോ. അല്ല, നിങ്ങൾ ഒരിക്കലും അങ്ങനെ വാശി പിടിക്കല്. നല്ല അടുത്തുള്ള കോളേജ് നന്നായിട്ട് അങ്ങ് പഠിച്ചിറങ്ങിയാൽ മതി. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒക്കെ ജോലി കിട്ടും. പ്ലേസ്മെന്റും ഒക്കെ കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ എല്ലായിടമൊക്കെ കാണും. ഇല്ലെന്ന് നമുക്കിപ്പോൾ പറയാനേ പറ്റത്തില്ല, എല്ലാ കോളേജും ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്തായാലും കാര്യങ്ങളെല്ലാം ഒരു ഹോംവർക്ക് ചെയ്യുക. കാര്യങ്ങളെല്ലാം എഴുതി വെച്ച ശേഷം നാളെ തന്നെ അതിന് വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും അതിന് കറക്റ്റായിട്ട് ചെയ്യുക. തെറ്റിക്കല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. കാരണം തെറ്റ് ചെയ്താൽ പിന്നെ പണിയാവും. പിന്നെ നമുക്കിത് ഉടനെ ഒന്ന് തിരുത്താൻ എളുപ്പമല്ല കേട്ടല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഒന്നെല്ലാം എഴുതി നോക്കി നാളത്തേക്ക് റെഡി ആയിരിക്കുക. നാളെ ഓപ്പൺ ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് വയ്ക്കോ. നമ്മുടെ കാര്യങ്ങൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.